ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാൽ കപ്പയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് 1 കിലോ പാൽ കപ്പ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം. നമ്മൾ കൈ ഉപയോഗിച്ചാണ് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാ കപ്പയും നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കപ്പയും നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 മുറി തേങ്ങയുടെ പാലാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു 10-12 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 5-6 പച്ചമുളക് എന്നിവ നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം പാൽ കപ്പയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ കപ്പ ഏകദേശം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1 തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വറതാളിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വറതാളിക്കുന്നത് ഇവിടെ ചെയ്ത് തീർന്നിട്ടുണ്ട്. നമുക്കിനി അത് പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ, വളരെ ഹെൽത്തിയോടുകൂടി തന്നെ, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്.